കേരള ഗവർണർക്ക് CRPFന്റെ Z+ സുരക്ഷ ഏർപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം രാജ്ഭവനെ അറിയിച്ചത്. രാജ്ഭവനും CRPF കാവൽ ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, ഇന്നത്തെ ഒരു സവിശേഷ സാഹചര്യത്തിലാണോ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് പ്രത്യേക കാവലും പ്രത്യേക സുരക്ഷയും രാജ്ഭവന് കൂടി CRPF സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയത്? അതുതന്നെ കിരൺ, നേരത്തെ തന്നെ ഇത്തരം ഒരു സൂചന ഉണ്ടായിരുന്നു. ഗവർണർ സുരക്ഷ വർദ്ധിപ്പിക്കും, സംസ്ഥാന പോലീസിന്റെ സുരക്ഷ കൊണ്ട് ഗവർണർക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാവൽ നല്ല സുരക്ഷ ലഭിക്കുന്നതിനുള്ള പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഇടപെടൽ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നത്തെ സംഭവത്തോടുകൂടി സംഭവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗവർണറുടെ വാഹന വ്യൂഹത്തിനടുത്തേക്ക് പ്രവർത്തകർ ഓടിയെടുക്കുക, അങ്ങനെ നേരത്തെ പാളയത്ത് കണ്ടതുപോലുള്ള പ്രതിഷേധം ഉണ്ടായില്ല എങ്കിൽ പോലും ഗവർണർ അത് വലിയ ഗൌരവത്തോടെ എടുത്ത് അദ്ദേഹം റോഡിൽ 1.5 മണിക്കൂർ നേരെ സംസ്ഥാന ഗവർണർക്ക് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു. ഒരു കടവക്കിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു. അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇത് കണ്ടത്. ഗവർണറെ അവിടെ വെച്ച് തന്നെ ഉപരാഷ്ട്രപതി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായും ഒക്കെ ഗവർണർ സംസാരിച്ചിരുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. ഗവർണറുടെ സുരക്ഷ കേന്ദ്രം ഏറ്റെടുക്കുകയാണ്. Z+ കാറ്റഗറി സുരക്ഷയാകും സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇനി ലഭിക്കുക. Z കാറ്റഗറി ആയിരുന്നു അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്നത്. ഉയർത്തുകയാണ്. അതീവ CRPFന്റെ സായുധ പോലീസിന്റെ സുരക്ഷയിലേക്ക് ഗവർണർ മാറുകയാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന തകരാറിലാണെന്ന സൂചിപ്പിക്കുന്ന വാർത്താക്കുറിപ്പ് നേരത്തെ രാജ്ഭവൻ പുറത്തിറക്കിയിരുന്നു. അതിന് മറുപടി എന്നോണം രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ച് ഗവർണർ ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന അത്യന്തം നാടകീയ സംഭവവികാസങ്ങൾ, നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗം വരെ മുഖ്യമന്ത്രിയെ കണ്ടാൽ മുഖം തിരിഞ്ഞു പോകുന്ന ഗവർണറോട് സംസാരിക്കാൻ മടികാട്ടുന്ന മുഖ്യമന്ത്രി, ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇന്ന് നിലമേൽ സംഭവം ഉണ്ടാകുന്നത്. അതോടുകൂടി ഇത് വലിയൊരു അവസരമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടി എടുക്കുകയാണ്. ഗവർണറുടെ സുരക്ഷ അവർ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് തൈക്കാടാണ്. തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ സർക്കാർ അതിഥി മന്ദിരത്തിൽ ഗവർണർ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയുണ്ട്. വിവരാവകാശ ശില്പശാല രാവിലെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്. വൈകിട്ട് ഗവർണറാണ് സമാപന സമ്മേളനത്തിൽ സംസാരിക്കേണ്ടത്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധം, ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുമെന്ന മുന്നറിയിപ്പ് SFI നൽകിയിട്ടുണ്ട്. ഇവിടെയും SFIയുടെ പ്രതിഷേധം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഗവർണർ ഇവിടേക്ക് കടന്നുവരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷ ഏർപ്പെടുത്തിയ ശേഷം ഉള്ള ആദ്യ മണിക്കൂറുകളാണ്, അദ്ദേഹത്തിന്റെ ആദ്യ പൊതുപരിപാടിയാണ്. അവിടേക്ക് ഗവർണർ വരുമ്പോൾ എങ്ങനെയാകും പ്രതിഷേധം, എങ്ങനെയാകും പോലീസ് പ്രതിഷേധക്കാരെ നേരിടുക എന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യമാണ്. അല്പസമയത്തിനകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് വരും. SFI പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകളുണ്ട്, സൂചനകളുണ്ട്. അതിന്റെ ഭാഗമായുള്ള പോലീസ് തയ്യാറെടുപ്പുകളുമുണ്ട്. കിരൺ, അരുൺ, നേരത്തെ ഈ SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസൊക്കെ എടുത്തല്ലോ. എന്താണ് അങ്ങനെ ഒരു കേസെടുക്കാനുള്ള സാഹചര്യം? അത്തരത്തിലേക്ക് ഗവർണർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഗവർണറുടെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയോ അങ്ങനെ ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യക്ഷത്തിൽ ദൃശ്യങ്ങളിൽ അത്തരമൊരു ആക്രമണമോ അല്ലെങ്കിൽ നമ്മൾ പാളയത്ത് അന്ന് കണ്ടതുപോലുള്ള ഗവർണറുടെ വാഹന വ്യൂഹത്തിനടുത്തേക്ക് പ്രവർത്തകർ ഓടിയെത്തുകയും അതിലേക്ക് അടിക്കുകയും ചെയ്തിരുന്ന ദൃശ്യങ്ങളോ ഒന്നും ഇവിടെ നമ്മൾ കാണാൻ കഴിയില്ല. പക്ഷേ ഗവർണർ ആരോപിക്കുന്നു, തന്റെ വാഹനത്തിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായത് ഗവർണർ ആരോപിക്കുന്നു. ഗവർണർ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താൻ SP-ക്ക് നിർദ്ദേശം നൽകിയത്, കർശന താക്കീത് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വകുപ്പ് ചുമത്തിയത്. SFI ഇപ്പോൾ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങി പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവിടെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താവുന്ന ഒരു ഇടപെടലും SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സമാധാനപരമായ ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമാണ് ഉണ്ടായത്. പക്ഷേ പോലീസിനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഗവർണർ ആ വകുപ്പ് ചുമത്തിച്ചു എന്ന ആരോപണമാണ് SFI ഉന്നയിക്കുന്നത്. ഏതായാലും സർക്കാർ ഇടപെടണമെന്ന ആവശ്യം കൂടി SFI മുന്നോട്ട് വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന മുന്നറിയിപ്പും SFI നൽകുന്നു. ഏതായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് 2 വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ 12 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് കോടതിയിൽ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യമൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്. സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കാൻ തന്നെയാണ് സാധ്യത. അതിനെതിരെ ശക്തമായ പ്രതിഷേധം SFI ഉയർത്തുന്നുണ്ട്. ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങി പോലീസ് ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തുന്നു, ചെയ്യാത്ത കുറ്റത്തിന് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്ന ആരോപണമാണ് പോലീസിനെതിരെ കൂടി ഇപ്പോൾ SFI ഉയർത്തുന്നത്. ഏതായാലും ഗവർണർ അല്പസമയത്തിനകം ഇവിടേക്ക് വരും. അദ്ദേഹത്തിന്റെ ഈ പൊതുപരിപാടിയിലും SFIയുടെ പ്രതിഷേധമുണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായി അങ്ങനെ വീണ്ടും പ്രതിഷേധമുണ്ടായാൽ വലിയ ഗൗരവത്തോടെ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കാണുമെന്ന ഉറപ്പാണ്. നമുക്കറിയാം
രാഷ്ട്രപതിയുടെ സംസ്ഥാനത്തെ പ്രതിനിധിയാണ് ഗവർണർ. ആ ഗവർണർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. സംസ്ഥാന പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോരാ എന്ന് ഗവർണർക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും തോന്നിയതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തുന്നത്. സ്വാഭാവികമായും കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് അത് പോകും. ആയുധമേന്തിയ CRPF ജവാന്മാരാകും ഇനി ഗവർണർക്കും രാജ്ഭവനും കാവൽ നിൽക്കുക. ഇത്തരം പ്രതിഷേധങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാനാകുന്ന കടുത്ത നിലപാടിലേക്ക് കേന്ദ്രം പോവുകയാണ്. നമുക്ക് ഇതുമായി ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്തെ ആ ക്രമസമാധാന തകരാറിലാണ് എന്ന വ്യാഖ്യാനങ്ങൾ BJP കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. CPM കേന്ദ്രങ്ങളും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് പോലും ഒരു കേന്ദ്ര ഇടപെടൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില ചൂണ്ടിക്കാട്ടി ഇടപെടൽ ഉണ്ടാകുമെന്ന ഒരു ആശങ്ക CPM കേന്ദ്രങ്ങൾ പങ്കുവച്ചതാണ്. അപ്പോൾ അത് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഗവർണറുടെ സുരക്ഷ, ഗവർണർക്ക് സംസ്ഥാന പോലീസിനെ കൊണ്ട് സുരക്ഷ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന വ്യാഖ്യാനം കേന്ദ്രം നടത്തുന്നു. ഗവർണർ അത്തരം ആരോപണങ്ങൾ അടിക്കടി ഉന്നയിക്കുന്നു. ഇന്നും അത്തരത്തിലുള്ള ആരോപണമാണ് ഗവർണർ ഉന്നയിച്ചത്. പോലീസ് സമരക്കാർക്ക് സുരക്ഷ ഒരുക്കുകയായിരുന്നു എന്ന ആരോപണമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് വരികയാണ്. ഗവർണറുടെ സുരക്ഷാ സന്നാഹങ്ങൾ, ക്രമീകരണങ്ങൾ വിലയിരുത്തുകയാണ്. അദ്ദേഹം കൊട്ടാരക്കരയിൽ നേരെ ഇവിടേക്കാണ് വരുന്നത്. ഇന്നൊരു പൊതുപരിപാടിയിൽ കൂടി അദ്ദേഹം പങ്കെടുക്കേണ്ടതുണ്ട്. വൈകിട്ട് 5 മണിക്ക് മാസ്കറ്റ് ഹോട്ടലിലും ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഗവർണർ ഇന്ന് അതിനുശേഷം വൈകിട്ട് 6:30 മുംബൈയിലേക്ക് പോവുകയാണ്. പിന്നീട് 2 ആഴ്ചയിലേറെ കാലം അദ്ദേഹം തലസ്ഥാനത്ത് ഉണ്ടാകില്ല. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന ഗവർണർക്ക് 1.5 മണിക്കൂർ